പ്രിയപ്പെട്ടവരെ, കൊടിയ ചൂടിൽ നിന്നും ആശ്വാസം പകരാൻ സംസ്ഥാനത്തെമ്പാടും സഹകരണ മേഖലയും പൊതുപ്രസ്ഥാനങ്ങളും സന്നദ്ധ സംഘടനകളുടെയും എല്ലാം നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി തണ്ണീർപ്പന്തലുകൾ, ആശ്വാസ കേന്ദ്രങ്ങൾ, വിശ്രമ കേന്ദ്രങ്ങൾ എന്നിവ ഒരുക്കി വരികയാണ്. ആയതിൻ്റെ ഭാഗമായി മുപ്പത്തളം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് 2 തണ്ണീർപ്പന്തലുകൾ ആരംഭിക്കാൻ ബാങ്ക് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. ഈ തണ്ണീർപ്പന്തൽ ഈ കൊടിയ വേനലിൽ ആശ്വാസമാകുമെന്ന പ്രതീക്ഷയിൽ ഈ ലളിത ചടങ്ങിൻ്റെ അധ്യക്ഷനായി ബാങ്കിൻ്റെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് CG വേണുഗോപാലിനെ ഞാൻ ക്ഷണിക്കുന്നു. ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി അധ്യക്ഷൻ CG വേണുഗോപാൽ, ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ VM ശശി, സെക്രട്ടറി PH സാബു, ഇവിടെ കൂടിയിരിക്കുന്ന മാന്യ സഹകാരികളെ, നാട്ടുകാരെ, ഈ കൊടും ചൂടിൽ ഒരു ചെറിയ ആശ്വാസം എന്ന നിലയ്ക്ക് കഴിഞ്ഞ വർഷവും മുപ്പത്താം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള തണ്ണീർപ്പന്തലുകൾ ആരംഭിച്ചിരുന്നു. അതിൻ്റെ ഭാഗമാണെന്നോണമാണ് ഇന്നിപ്പോൾ നമ്മൾ മുപ്പത്തളം ജംഗ്ഷൻ ശാഖയിലും അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസിൻ്റെ അടുത്തുള്ള ഹെഡ് ഓഫീസിലും തണ്ണീർപ്പന്തലുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ കൊടും ചൂടിൽ മുപ്പത്തളം കവലയുമായി ബന്ധപ്പെട്ട് പല ആവശ്യങ്ങൾക്കുള്ള വരുന്ന ആളുകൾക്ക് ബസ് സ്റ്റോപ്പിലായാലും കടകളിലായാലും മറ്റാവശ്യങ്ങൾക്ക് മുപ്പത്തളം കവലയിൽ വരുന്ന എല്ലാവർക്കും ചെറിയൊരു ആശ്വാസം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള തണ്ണീർപ്പന്തലുകൾ നമ്മുടെ സംസ്ഥാനത്തൊട്ടാകും ആരംഭിക്കുന്ന, അതിനോടനുബന്ധിച്ച് മുപ്പത്തളത്തിലും ആരംഭിച്ചിട്ടുള്ളത്. ഇത് എല്ലാവരും സഹകാരികളും നാട്ടുകാരും ഒക്കെ ഇത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ CG വേണുഗോപാലിനെ ഞാൻ ആദ്യമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ചെറിയ രീതിയിലാണെങ്കിലും അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ നടത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ VM ശശി അവർകളാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ബാങ്കിൻ്റെ സെക്രട്ടറി PH സാബു, ബാങ്ക് ജീവനക്കാർ, മാന്യ സഹകാരികൾ, നാട്ടുകാർ എല്ലാവർക്കും ഈ ചെറിയ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സാധിക്കും. സഹകാരികളെ, നമ്മുടെ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ സംസ്ഥാനം കടുത്ത ചൂടിലാണ്. ആ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി സംസ്ഥാന ഭരണം സംവിധാനം ഇല്ലെങ്കിലും നമ്മുടെ നിലവിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ നാട്ടിലെ പൊതുപ്രസ്ഥാനങ്ങളോടും സഹകരണ മേഖലയോടൊക്കെ ഇത്തരത്തിലുള്ള തണ്ണീർപ്പന്തലുകൾ നടത്തി ഈ കൊടും ചൂടിനെ ചെറുക്കാനായിട്ട് നമ്മുടെ ജനങ്ങളെ അത് ബോധവൽക്കരിച്ചുകൊണ്ട് മനുഷ്യനോടൊപ്പം ഭക്ഷ്യമൃഗാദികൾക്കും ഇത്തരത്തിലുള്ള ദാഹജലം എത്തിക്കാനുള്ള നടപടികൾ നമ്മുടെ സംസ്ഥാനത്ത് എടുക്കുന്നുണ്ട്. ഇത്തരമുള്ള സന്ദർഭത്തിൽ വലിയൊരു പ്രാധാന്യമുണ്ട്. നമ്മുടെ ഈ തണ്ണീർപ്പന്തലിലൂടെ കൊടുക്കുന്ന കുടിവെള്ളം ദാഹിച്ചു വരുന്നവർക്ക് അവരുടെ ഇപ്പോഴത്തെ ശാരീരിക ഉഷ്മാവ് നിലനിർത്താൻ വേണ്ടി അത്യാവശ്യമാണ് എന്ന് കണ്ടുകൊണ്ടുള്ള വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ആപത്ത് ഘട്ടങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് പൊതുജന പങ്കാളിത്തത്തോടെ നടത്തുന്ന ഈ സംരംഭം നമ്മുടെ ബാങ്കിലേക്ക് നടത്തുന്നു. അതിന് എല്ലാവരും മനസ്സാ സഹകരിക്കണം, ഇതിൽ പങ്കെടുത്ത് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ മുപ്പത്തളം ജംഗ്ഷനിലും പഞ്ചായത്ത് ജംഗ്ഷനിലും നടക്കുന്ന ബാങ്കിൻ്റെ 2 തണ്ണീർപ്പന്തലുകളുടെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യുന്നതിന് ഈ ബാങ്കിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റും പറവൂർ സർക്കിൾ സഹകരണ യൂണിയൻ്റെ ചെയർമാനുമായ ശ്രീ VM ശശിയെ ആദരവോടുകൂടി ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം കടുത്ത ചൂടാണ്. വളരെയേറെ വരൾച്ച അനുഭവപ്പെട്ട ഒരു കാലഘട്ടം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളനുസരിച്ച് ഏതാണ്ട് പവർ കട്ട് ഒഴിവാക്കാൻ നിർവാഹമില്ലാത്ത സാഹചര്യം വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ്
അരമണിക്കൂറെങ്കിലും പവർ കട്ട് വേണ്ടി വരും എന്നുള്ളതിലേക്കുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഈ അരമണിക്കൂർ പവർ കട്ട് ഇവിടെ പറയുമ്പോൾ മറ്റ് സ്റ്റേറ്റുകളിൽ രാജസ്ഥാനിൽ 10 മണിക്കൂറാണ് രാത്രി പവർ കട്ട്. ഈ പഞ്ചാബിൽ രാത്രി കാലങ്ങളിൽ ഇലക്ട്രിസിറ്റി ഇല്ല. രാജ്യത്ത് പല സ്റ്റേറ്റുകളിലും കറണ്ടില്ലാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിതിനെല്ലാം നിയന്ത്രിച്ച് പോകുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് പവർ കട്ട് പരിമിതപ്പെടുത്താൻ വേണ്ടി കേരളത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിന് കഴിയുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ചൂട് അനുഭവപ്പെടുന്നതുകൊണ്ട് ഇന്നത്തെ പത്രത്തിൽ വന്നുള്ളൊരു വാർത്ത, ജനങ്ങൾ രാത്രി ഉറങ്ങാൻ വേണ്ടി കടപ്പുറത്തെ ആശ്രയിക്കുന്നു എന്നതാണ്. കൊല്ലം കടപ്പുറത്ത് രാത്രി 7 മണിയാകുമ്പോൾ കുടുംബാംഗങ്ങൾ സഹിതം പായും കിടക്കയും എല്ലാം എടുത്തിട്ട് കടപ്പുറത്ത് പോയി അഞ്ഞൂറിടണം. പിറ്റേ ദിവസം രാവിലെ വെളുപ്പിന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോരുന്നു. അത്രയേറെ ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ വരുന്ന യാത്രക്കാർക്കും സഹകാരികൾക്കുമെല്ലാം കുടിവെള്ളം കൊടുക്കാൻ ആവശ്യമായ തീരുമാനം ബാങ്കിൻ്റെ ബോർഡ് എടുത്ത് അത് നടപ്പിലാക്കുന്നു. അപ്പോൾ പരിമിതമായ സമയം നമ്മളിവിടെ നാരങ്ങാ വെള്ളം ഈ ചൂട് അവസാനിക്കുന്നവരെ ഉണ്ടാവും. അത് പരിമിതമായ സമയത്തൊക്കെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കുടിവെള്ളം എല്ലാ സമയത്തും ഇവിടെ ഉണ്ടാവും. ആ മുഴുവൻ സമയവും നാരങ്ങാ വെള്ളമോ അതുപോലുള്ള പാനീയങ്ങളോ ഉണ്ടാവില്ല. അത് പരിമിതമായ സമയത്താണ്. കുടിവെള്ളം എല്ലാ സമയത്തും ഇവിടെ ഒരുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ ബ്രാഞ്ചിൻ്റെ മുമ്പിലും പഞ്ചായത്തിൻ്റെ അവിടെ ഹെഡ് ഓഫീസിന് മുമ്പിലും കുടിവെള്ള സൗകര്യം നമ്മൾ ഒരുക്കുന്നുണ്ട് ചൂട് അവസാനിക്കുന്നവരെ. അപ്പോൾ ഇതുമായി സംരംഭമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസയും നന്ദിയും രേഖപ്പെടുത്തുന്നതിന് ബാങ്കിന്റെ പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീ PS സാബു. ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ ആശംസ, അതുപോലെ തന്നെ കൃതജ്ഞത.